പ്രിയമുള്ളവരെ, മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരു 6ഓളം ചോദ്യങ്ങൾ ഉണ്ട്. ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് വളരെ ഡീറ്റെയിൽഡായിട്ട് ചെയ്ത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ 27×23 ആണ്. നോക്കുക, ഇവിടെ ലാസ്റ്റ് 2 ഡിജിറ്റ്സിൻ്റെ സം എന്ന് പറയുന്നത് 10 ആണ്. ഇവിടുത്തെ 10ൻ്റെ സ്ഥാനത്തുള്ള അല്ലെങ്കിൽ ഇവിടെ ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് സെയിം ആണ്. ഇങ്ങനെ നമ്പറുകൾ വന്നാൽ നമുക്ക് ചെയ്യാവുന്ന രീതി എന്ന് പറയുന്നത് 7ഉം 3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. എത്രയാണ്? 21 ആണ്. അടുത്ത സ്റ്റെപ്പ്, ഈ 2വിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 2 6 അല്ലേ? 2 × 2 എന്ന് പറയുന്നത് 4 അല്ലേ? ഈ 4ൻ്റെ കൂടെ ഒരു 2 ആഡ് ചെയ്യുക. 4 + 2 എന്ന് പറയുന്നത് എത്രയാണ്? 6. അപ്പോൾ നമ്മുടെ ആൻസർ 621 ആണ്. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, 48×68. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനുമായിട്ട് അല്പം വ്യത്യാസമുണ്ടല്ലോ അല്ലേ? ഇവിടെ ആദ്യത്തെ, അതായത് 10ൻ്റെ സ്ഥാനത്ത് വരുന്ന 2 ഡിജിറ്റുകൾ കൂട്ടുമ്പോൾ 10 കിട്ടും. 1ൻ്റെ സ്ഥാനത്ത് വരുന്ന ഡിജിറ്റുകൾ സെയിം. ഇങ്ങനെ വരുമ്പോഴും നമ്മൾ ചെയ്യുന്നത് 8×8. ഈ 1ൻ്റെ സ്ഥാനത്ത് വരുന്ന ഡിജിറ്റ്സുകൾ മൾട്ടിപ്ലൈ ചെയ്യുക. എത്രയാണ്? 8×8 64 ആണ്. അടുത്ത സ്റ്റെപ്പ്, 4നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിൻ്റെ കൂടെ ഈ ഒരു 8 കൂട്ടുക. 6×4 എന്ന് പറയുന്നത് 24 അല്ലേ? 24 + 8 എന്ന് പറയുന്നത് എത്രയാണ്? 32. ഇതാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റിനിലേക്ക് വന്നാൽ 45×45 അല്ലേ? അല്ലെങ്കിൽ 45² എന്ന് പറയാമല്ലോ. ഇവിടെ 5ൽ അവസാനിക്കുന്ന 2 ഡിജിറ്റ്സ് നമ്പറുകളെയാണ് നമ്മളിങ്ങനെ ചെയ്യുക. ഇവിടെ 5×5 എന്ന് പറയുന്നത് എത്രയാണ്? 25 അല്ലേ? ഇവിടെ ഇതും 4 അല്ലേ? ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് 4ൻ്റെ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 5 അല്ലേ? 4ൻ്റെ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 5 അല്ലേ? ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 4 5 എത്രയാണ്? 20. അപ്പോൾ നമ്മളുടെ ആൻസർ എത്രയാണ്? 25. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, 32². ഇങ്ങനെ ഒരു സ്ക്വയർ ചോദിച്ചാൽ നമ്മൾ ആദ്യം കാണുക ഈ 2ൻ്റെ സ്ക്വയർ. 2ൻ്റെ സ്ക്വയർ 4 അല്ലേ? പിന്നെ നമ്മൾ 3യുടെ സ്ക്വയർ. 3യുടെ സ്ക്വയർ 9 അല്ലേ? പിന്നെ നമ്മൾ 3 2 2 ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. 3×2 6, 6×2 12. അപ്പോൾ നമ്മളിവിടെ 12 എഴുതും. ഓക്കെ, ഇനി നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതും. 4 this 2, ഈ 1ഉം 9ഉം കൂടെ കൂട്ടും. 9 + 1 എത്രയാണ്? 10. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 43×21. ഇവിടെ നമ്മൾ ചെയ്യുക, ഈ 3യും 1ഉം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് 3 എന്നെഴുതും. പിന്നെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, മനസ്സിലായല്ലോ? അതായത് 2×3. 2×3 എന്ന് പറയുന്നത് 6 അല്ലേ? ദെൻ 4×1 എന്ന് പറയുന്നത് 4 അല്ലേ? രണ്ടും കൂടെ കൂട്ടുക. 6 + 4 എന്ന് പറയുന്നത് എത്രയാണ്? 10. ഓക്കെ, ഈ 1 നമ്മളിങ്ങനെ ഒന്ന് ബ്രാക്കറ്റ് ചെയ്തിടും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 4×2. ഇവ തമ്മിൽ മൾട്ടിപ്ലൈ. 4×2 എന്ന് പറയുന്നത് 8 അല്ലേ? ഓക്കെ, നമ്മളിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതും. ഇത് 3 അല്ലേ? ഇപ്പോൾ നമ്മളിത് 3 എഴുതി, ഇത് ഈ 0 എഴുതി, ഈ 1ഉം 8ഉം കൂടെ കൂട്ടി എത്രയാണ്? 9. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 102 × 103. നോക്കിയാൽ കാണാം, ഇത് 100നോട് ചേർന്ന് വരുന്ന സംഖ്യകളല്ലേ? അതായത് 100 ബേസ് ആയിട്ടുള്ള സംഖ്യകൾ. അങ്ങനെയുള്ള സംഖ്യകൾ ചെയ്യാനുള്ള എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത്, ഇവിടെ എത്ര കൂടുതലുണ്ട്? 100ൽ നിന്നും 2 കൂടുതലില്ലേ? ഇവിടെ എത്ര കൂടുതലുണ്ട്? 100ൽ നിന്നും 3 കൂടുതലില്ലേ? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 2നെയും 3നെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 2നെയും 3നെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടത്തില്ലേ? നമ്മൾ 2 ഡിജിറ്റ്സ് ആക്കി എഴുതും. അതായത് നമ്മൾ 0 6 എന്ന് എഴുതും. ക്ലിയർ? പിന്നെ ചെയ്യേണ്ടത്, ഈ ഒന്നെങ്കിൽ ഇവ തമ്മിൽ കൂട്ടുക. 102 + 3 105 അല്ലേ? അല്ലെങ്കിൽ ഇവ തമ്മിൽ കൂട്ടുക. 103 + 2 105 അല്ലേ? എങ്ങനെ കൂട്ടിയാലും സെയിം നമ്പർ ആയിരിക്കും. ആ നമ്പർ 102 + 3 അല്ലേ? ആ 105 നമ്മൾ ഇവിടെ എഴുതും. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കേ.